ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും യുദ്ധം നടക്കുമെന്ന് കൊലവെറി നടത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും. ഗാസയെ സ്വന്തമാക്കുമെന്ന് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയും ഇസ്രയേലും വീണ്ടും യുദ്ധത്തിന് സജ്ജമാകുമ്പോൾ അതിനു പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. വീണ്ടും സംഘർഷഭരിതമാകുകയാണോ പശ്ചിമേഷ്യ? നമുക്ക് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കാം. ശനിയാഴ്ച ഉച്ചയോടെ ഗാസയിലുള്ള എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. ശനിയാഴ്ച 12-ന് എല്ലാ ബന്ദികളെയും തിരിച്ചയച്ചില്ലെങ്കിൽ ഇത് ഉചിതമായ സമയമാണെന്ന് ഞാൻ കരുതുന്നു. കരാറുകൾ റദ്ദാക്കി ഗാസയെ തകർത്ത് കളയും. ഇതോടെ സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു. ബന്ദികളാക്കിയവരിൽ ഭൂരിഭാഗവും മരിച്ചതായി താൻ കരുതുന്നുണ്ട്. ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാൻ ജോർദാനും തുർക്കിയും തയ്യാറായില്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള സഹായം അവസാനിപ്പിക്കുമെന്നും US പ്രസിഡന്റ് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. സമയപരിധിക്ക് ശേഷമുണ്ടാകുന്ന നടപടിയിൽ അമേരിക്കയ്ക്ക് പങ്കാളിത്തം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് എന്താണ് സംഭവിക്കുക എന്നത് കാത്തിരുന്ന് കാണാമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഗാസ ഏറ്റെടുക്കൽ പദ്ധതി നടപ്പായാൽ ഫലസ്തീനികൾക്ക് അവിടെ യാതൊരു അവകാശം ഉണ്ടായിരിക്കില്ലെന്നും ഗാസയ്ക്ക് പുറത്ത് ഫലസ്തീനികൾക്കായി 6 സ്ഥലങ്ങൾ ഉണ്ടെന്നും ട്രംപ് ആവർത്തിച്ചു പറയുകയാണ്. ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ ഗാസയിൽ വീണ്ടും യുദ്ധമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു കഴിഞ്ഞു. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ബന്ദികളെ കൈമാറണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ബന്ദി കൈമാറ്റത്തിനില്ലെന്നാണ് ഹമാസിന്റെ നിലപാട്. ശനിയാഴ്ചയ്ക്കുള്ളിൽ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലുകാരെ വിട്ടുകിട്ടിയില്ലെങ്കിൽ യുദ്ധത്തിന് സജ്ജമാണെന്ന ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി നിഴലിച്ചു തുടങ്ങുകയാണ്. ഹമാസിന് ഇസ്രയേൽ നൽകുന്ന താക്കീത് കൂടിയാണ് ഇത്. അതേസമയം ഹമാസിലെ ഓഫീസർമാരോട് മൊബൈൽ ഫോണുകൾ, റേഡിയോ, പേജർ എന്നീ ഉപകരണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്നും ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം നൽകിയതായി ഇസ്രയേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഏതൊരു നിമിഷവും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം പ്രതീക്ഷിക്കുകയാണ് ഹമാസ് എന്നാണ് ഈ വാർത്ത നമ്മളോട് പറയുന്നത്. ഗാസയിൽ വീണ്ടും ബോംബ് വീഴുമെന്നാണ് നെതന്യാഹുവിന്റെ കൊലവെറി. കുറച്ചു ദിവസമായി സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട ഗാസയെ വീണ്ടും ഭീഷണിപ്പെടുത്തി യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ ബുദ്ധിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിന് പിന്നിലുള്ളത് ട്രംപാണ്, സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിച്ചത് അമേരിക്കയാണെങ്കിൽ ഇപ്പോൾ യുദ്ധത്തിന് വീണ്ടും തയ്യാറെടുപ്പിക്കുന്നതും അമേരിക്ക തന്നെ. എന്താണ് ട്രംപും നെതന്യാഹുവും ചേർന്നൊരുക്കിയ പദ്ധതി എന്ന് നമുക്ക് നോക്കാം. കുറച്ച് ദിവസം മുൻപ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ട്രംപ് ഗാസയിലുള്ള തന്റെ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തുന്നതായിരുന്നു ആ വാർത്ത. ഗാസ അമേരിക്ക ഏറ്റെടുത്ത് പുനർനിർമ്മിച്ച് വളരെ കോസ്റ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഗാസയിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു അമേരിക്ക ഇതിലൂടെ പങ്കുവെച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ആശയമാണ് ഇത്. യുദ്ധത്തിൽ മുറിവേറ്റ് പിടഞ്ഞ ഗാസയെ മനോഹരമായി പണിത് ലോകരാജ്യങ്ങളെ ഞെട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അമേരിക്ക. എന്നാൽ ഗാസയെ എങ്ങനെ ഏറ്റെടുക്കുമെന്ന പ്രസക്തമായൊരു ചോദ്യം അവിടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അമേരിക്ക ഗാസയെ വാങ്ങുന്നത്? അല്ലെങ്കിൽ എത്ര പണമാണ് നിങ്ങൾ ഗാസയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നതൊക്കെയായിരുന്നു ആ ചോദ്യം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നേരെ ഉതിർന്ന ഈ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഗാസയെ വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നതാണ്. അല്ലെങ്കിൽ പണം നൽകി വാങ്ങേണ്ട ആവശ്യം അമേരിക്കയ്ക്ക് ഇല്ല എന്നതാണ്. ഗാസ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തെ സ്ഥലമാണ്. ഫലസ്തീൻ ജനത ജീവിക്കുന്ന ഇടമാണ്. അങ്ങനെ ഒരു പ്രദേശത്തെ അമേരിക്ക വളരെ എളുപ്പത്തിൽ സ്വന്തമാക്കുമെന്നാണ് ട്രംപ് ഇതിലൂടെ പറയുന്നത്. ട്രംപ് ഈ പറഞ്ഞ കാര്യം ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ്ങോ അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമാണ് പറഞ്ഞത് എന്ന് കരുതുക. അവർക്കെതിരെ ആദ്യം വാളെടുക്കുന്നത് മറ്റാരുമല്ല, അത് അമേരിക്ക തന്നെയായിരിക്കും. അവരുടെ ഏകാധിപത്യത്തെക്കുറിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ എഴുതിവിടും. ജനാധിപത്യം എന്ന മൂല്യത്തെ കൂട്ടുപിടിച്ച് അവർ വിമർശനങ്ങൾ ശരങ്ങളായിട്ട് എഴുതെറിയും. എന്നാൽ ഈ പറഞ്ഞതോ? ഇവിടെ പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അതുകൊണ്ട് കമ എന്നൊരു അക്ഷരം മിണ്ടാൻ അമേരിക്കൻ മാധ്യമങ്ങൾ തയ്യാറാകില്ലല്ലോ. ലീഡർ ഓഫ് ഫ്രീ വേൾഡ് എന്നാണ് അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് പോലും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗാസ അമേരിക്കയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയൊരു സ്ഥലമാണ്. മാത്രവുമല്ല അവിടെയുള്ള ജനത ദുർബലരാണ്. അവർക്ക് അമേരിക്കയോട് കിടപിടിക്കാൻ തക്ക ഡോളറോ അല്ലെങ്കിൽ സൈനിക ബലമോ ഒന്നും തന്നെയില്ല. അതിനർത്ഥം അമേരിക്കയ്ക്ക് അവരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഏറ്റെടുക്കാമെന്നാണോ? നാളെ മറ്റൊരു രാജ്യത്തിനും ഇങ്ങനെ ഒരു ചിന്ത വന്നാലോ? ഈ ഒരു രാജ്യത്തിന് വലിയ ശക്തിയൊന്നുമില്ല, സൈനിക ബലവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തെ അങ്ങ് ഏറ്റെടുക്കുകയാണ് എന്ന് മറ്റൊരു രാഷ്ട്ര തലവൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള സമൂഹത്തിന് അത് അംഗീകരിക്കാൻ കഴിയുമോ? നിങ്ങൾ തന്നെ പറയൂ.
നമ്മുടെ ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ വളരെ വലിയ രാജ്യമാണ്. മാത്രവുമല്ല നമുക്ക് നല്ല സൈനിക ശക്തിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത്ര ഭയപ്പെടേണ്ട കാര്യം ഈ വിഷയത്തിലില്ല. പക്ഷേ എത്രയോ ചെറിയ രാജ്യങ്ങൾ നമ്മുടെ ഭൂപടത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അവർക്ക് ഈ പറഞ്ഞ ഡോളറിന്റെ വലിയ ശക്തിയോ അതേപോലെ സൈനികമായ വലിയ ബലമോ ഒന്നുമില്ല. അതിനർത്ഥം അവരെ അങ്ങോട്ട് പോയി കീഴടക്കാം എന്നതാണോ? ട്രംപ് ഇതിലൂടെ പറയുന്നത് അങ്ങനെ തന്നെയല്ലേ? ട്രംപ് എന്ത് പറയുന്നു അതിനെ ചോദ്യം ചെയ്യാത്ത അമേരിക്കൻ മാധ്യമങ്ങൾ എന്തായാലും ട്രംപിന്റെ ഈ പ്രസ്താവനയെ ന്യായീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഗാസയിലെ ജനതയെ അവിടെ നിന്ന് പറഞ്ഞയക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി അവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളാണ് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നിയത്. ഗാസയിലെ ജനങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇസ്രയേലിന് അത് ഭീഷണിയാണെന്നും മാത്രവുമല്ല ഫലസ്തീന്റെ പോപ്പുലേഷൻ നാൾക്ക് നാൾ വർദ്ധിക്കുകയുമാണെന്ന ആശങ്കയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ്: ഫലസ്തീൻ ജനത ഇസ്രയേൽ വിരുദ്ധരാണ്. അവിടുത്തെ സ്ത്രീകൾ കുറഞ്ഞത് 5 കുഞ്ഞുങ്ങളെങ്കിലും പ്രസവിക്കുന്നവരുമാണ്. എന്നാൽ ഇസ്രയേലിലേക്ക് വരുമ്പോൾ ഒരു ഇസ്രയേൽ സ്ത്രീ കുറഞ്ഞത് 2 കുട്ടികൾക്കാണ് ജന്മം നൽകുന്നത്, കൂടിപ്പോയാൽ 3. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫലസ്തീൻ ജനതയുടെ ജനസംഖ്യ വർദ്ധിക്കുകയും ഇസ്രയേലിൻ്റെത് കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നാളെ ഫലസ്തീൻ ഇസ്രയേലിന് വലിയ ഭീഷണിയാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്ന വാക്കുകളാണ് ഇത്. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്തായാലും അമേരിക്കയുടെ ഗാസാമോഹം പൂവണിയണമെങ്കിൽ ഇസ്രയേലിന്റെ വലിയ പിന്തുണ വേണം. അമേരിക്കയ്ക്ക് വേണ്ടി എന്തും നൽകാൻ ഇസ്രയേൽ തയ്യാറാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന വിമർശനങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് അടക്കാൻ വേണ്ടിയിട്ടാണ് ഗാസയുടെ മുകളിൽ വീണ്ടും ബോംബ് ഭീഷണിയുമായി ഇസ്രയേലിനെ അമേരിക്ക മുന്നിൽ നിർത്തിയത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 1 വർഷത്തിലേറെയായി ഇസ്രയേൽ ഗാസയിൽ ബോംബ് വർഷമാണ് നടത്തിയിരുന്നത്. യുദ്ധം ആരംഭിച്ചതോടെ കയ്യിൽ കുറച്ച് പണമുള്ളവരൊക്കെ ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. കുറച്ച് ആളുകൾ ഗാസയിൽ തന്നെ നിലനിന്നു. കാരണം അവർക്ക് വൈകാരികമായ ഒരു അടുപ്പം ഈ മണ്ണിനോടുണ്ടാകുമല്ലോ. അവർ ജനിച്ചു വളർന്ന മണ്ണാണ്. അതുപോലെ അവരുടെ പൂർവികർ ജീവിച്ച് മരിച്ച ഇടം കൂടിയാണ് ഗാസ. അതുകൊണ്ട് മരിക്കുകയാണെങ്കിലും ഗാസയിൽ തന്നെ ആകട്ടെ എന്ന് ചിന്തിച്ച് അവിടെ കഴിയുന്ന ഒരുപാട് മനുഷ്യർ ഇപ്പോഴും അവിടെയുണ്ട്. അവർ പലരും യുദ്ധത്തെ അതിജീവിച്ചവരാണ്. വേരുകൾ അറുത്തുമാറ്റി അവിടെ നിന്നും അവരെ കുടിയൊഴിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് ആഗോള സമൂഹത്തിൽ നിന്നും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇസ്രയേലിന്റെ കൊലവെറി നടക്കുന്നത്. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേൽ പൗരന്മാരെ വിട്ടുകിട്ടിയില്ലെങ്കിൽ ഒരു യുദ്ധത്തിനു കൂടി തയ്യാറായിക്കോളൂ എന്ന് ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞു. ഇത് പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷഭരിതമാക്കുകയാണ് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ സൗദി അറേബ്യയുടെ നിലപാട് എന്താണ് എന്ന പ്രസക്തമായ ചോദ്യം ഉയർന്നു വരാറുണ്ട്. നമുക്കറിയാം, സൗദി ഈ കൂട്ടത്തിലെ വലിയ ശക്തി തന്നെയാണ്. മാത്രവുമല്ല അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിയുമാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ സൗദിയുടെ നിലപാട് ഇവിടെ വളരെ പ്രസക്തവുമാണ്. എന്നാൽ സൗദി ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യ എന്തായാലും അമേരിക്കയോട് ഒരു പോരിന് ഇറങ്ങില്ല എന്നതാണ്. കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ ബന്ധമാണ് നിലവിലുള്ളത്. ഇനിയും ബന്ധം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സൂചനകളും അതിൻ്റെ റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ബ്രിക്സിൽ ചേരുകയാണെന്ന സൗദിയുടെ തീരുമാനം പോലും മാറ്റിവെച്ചതിന് പിന്നിൽ അമേരിക്കൻ ബന്ധമാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലിൻ്റെ ഈ തീരുമാനത്തെ അങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രാജ്യം കൂടി മിഡിൽ ഈസ്റ്റിലുണ്ട്. അത് മറ്റാരുമല്ല, അത് ഇറാനാണ്. നമുക്കറിയാം, ഹമാസ് നേതാക്കളുടെ കൊലപാതകത്തെ തുടർന്ന് ഇസ്രയേലിനെതിരെ പോർവിളി നടത്തിയ രാജ്യമാണ് ഇറാൻ. തുടർന്ന് വലിയ യുദ്ധ സാഹചര്യമായിരുന്നു പശ്ചിമേഷ്യയിൽ നിന്നത്. ഇപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടായെങ്കിൽ പോലും ഇസ്രയേൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ബദലായി ഇസ്രയേലിനെതിരെ ആയുധമെടുക്കാൻ ഉറപ്പിച്ചു നിൽക്കുകയാണ് ഇറാൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. അമേരിക്കയുടെ കുബുദ്ധിയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തൊക്കെയായാലും കമന്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.